സുഹൃത്തുക്കളെ, ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വായന എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുക. തീർച്ചയായും ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വായനയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപായി പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതി. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വളരെ സമാധാനപരമായ രീതിയിലാണ് ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റെന്തെങ്കിലും പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി അത് നിർത്തിവെക്കുക. ഇത് രാത്രി കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷനായി സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറെയായി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ അകൽച്ചകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറാനുള്ള സാധ്യതകളും കാണിക്കുന്നു. അതുകൊണ്ട് ഒന്നിലധികം തവണ കാണാനായിട്ട് ശ്രമിക്കുക. ഇത്തരം വായനകൾ നിങ്ങൾ 2-3 പ്രാവശ്യം ഒരു ദിവസം കേൾക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം നിങ്ങളുടെ ചുണ്ടുകൾ കൊണ്ട് മന്ത്രിക്കുക. അതിനുശേഷം ഈ വായന പോസിറ്റീവായിട്ട് കേൾക്കുക. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്ന് പറയുന്നത് പോലും ഈ വ്യക്തിക്ക് വളരെയധികം കിങ്ങിന്റെ ഊർജത്തിലാണ് ഇരിക്കുന്നത്. അതായത് ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ വിജയിക്കണമെന്നോ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കൂടുതലും പ്രാധാന്യം കൊടുക്കണമെന്നോ അത്തരത്തിലുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വ്യക്തി ചെയ്തതിൽ തെറ്റുകളില്ല, പക്ഷേ ഈ വ്യക്തി ചെയ്തതിൽ തെറ്റുകളുണ്ട്. പക്ഷേ അത് ഈ വ്യക്തിക്ക് തുറന്ന് സമ്മതിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയോട് തന്നെ പലപ്പോഴും ഒറ്റയ്ക്കിരുന്നു കൊണ്ട് സംസാരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും പല തെറ്റുകളും ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ വ്യക്തിയെ തന്നെ ന്യായീകരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി സ്വയമായിട്ട് ന്യായീകരിക്കുന്ന കാര്യത്തിൽ വളരെയധികം സമർത്ഥയോ ആയിരിക്കാം. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ പല കാര്യങ്ങളിലൂടെയും പല അവസ്ഥകളും സംഭവിക്കുമ്പോൾ ഈ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടാകാം, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, വിശദാംശങ്ങൾ നിങ്ങൾ ഈ വ്യക്തിയെ അറിയിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ വ്യക്തി അതിനൊന്നും സമ്മതിച്ചു തരാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ തെറ്റുകൾ തിരുത്താനോ സാഹചര്യം മനസ്സിലാക്കാനോ നിങ്ങളാണ് ശരി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാനോ ഉള്ള ഒരു താല്പര്യമോ മനസ്സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അത് ഈ വ്യക്തിയുടെ വലിയൊരു പ്രശ്നമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തി പലതരത്തിലുള്ള തെറ്റുകളും ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അതും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ പോലും അത് ഞാൻ ചെയ്തത് തെറ്റല്ല, അത് ശരിയാണ്, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുക. നിങ്ങൾ കാരണമാണ് ഈ വ്യക്തിക്ക് വഴിതെറ്റിയത്, അല്ലെങ്കിൽ ഈ വ്യക്തി എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ കാരണമാണ് ഈ വ്യക്തിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി വഴിതെറ്റിപ്പോയത്, തേർഡ് പാർട്ടിയുടെ കൂടെ പോയത് നിങ്ങൾ കാരണമാണ്. അത്തരത്തിലുള്ള രീതിയിലായിരിക്കും ഈ വ്യക്തി നിങ്ങളോട് പ്രതികരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ തെറ്റുകൾ സ്വയം മനസ്സിലാക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ, ശരി ഇത് ഞാൻ ചെയ്ത തെറ്റാണ്, ഇതെന്റെ തെറ്റാണ് എന്നുള്ള കാര്യം ഈ വ്യക്തി അംഗീകരിക്കാനോ തയ്യാറല്ല. അത് തന്നെയാണ് നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിൽ വിള്ളലുകൾ വരാനും ഒരുപാട് അകലങ്ങൾ വരാനുമുള്ള സാധ്യതകൾ വന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത്.
പക്ഷേ ഇവിടെ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഭാഗത്താണ് ഇപ്പോൾ കൂടുതലും സപ്പോർട്ടീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഊർജങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം, നിങ്ങളുടെ ഈ വ്യക്തിയോടുള്ള ആത്മാർത്ഥ സ്നേഹത്തിന്റെ ഫലമായിരിക്കാം. ഇപ്പോൾ ഈ വ്യക്തി ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുമില്ല, നിങ്ങളുമില്ല, ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുമായി മെസ്സേജ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടാകാം, നിങ്ങളെ ഏതെങ്കിലും ഒരു വഴി കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഈ വ്യക്തിക്ക് രാത്രിയൊന്നും ഉറക്കമില്ലാത്ത ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. 9 ഓഫ് സോർട്സ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ക്ഷമിക്കണം, എൻ്റെ തൊണ്ടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം വീഡിയോ ഇല്ലാതിരുന്നത്. ഇപ്പോഴും മാറി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ക്ഷമിക്കുക, അതെൻ്റെ തൊണ്ടയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ വ്യക്തി നിങ്ങളുമായി ഒരു പുതിയ തുടക്കം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടി എന്നുള്ളത് വെറും പൊള്ളയായ, അതായത് തെറ്റായ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങളായിരുന്നു ശരി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമായിരുന്നു ഏറ്റവും വലുത്, ഏറ്റവും ആത്മാർത്ഥത നിറഞ്ഞത് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് 4 ഓഫ് സോർട്സും 9 ഓഫ് സോർട്സുമാണ് ഈ വ്യക്തിയുടെ ഊർജത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് തീർച്ചയായും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. സമാധാനമില്ലാത്ത അവസ്ഥ, സന്തോഷമില്ലാത്ത അവസ്ഥ, മര്യാദക്കൊന്ന് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇവിടെ വിജയിച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഇത് നിങ്ങളുടെ വിജയമാണ്. കാരണം ഇത്രയും അഹങ്കാരത്തോടു കൂടി, ഇത്രയും അഹങ്കാരമായ മനസ്സോടു കൂടി കയറി ഇരുന്ന ഈ വ്യക്തിയുടെ മനസ്സിപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, നിങ്ങളുമായി സംസാരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹത്തിന്റെ ആ ഒരു പാനപാത്രം ഏന്തിക്കൊണ്ട് കുതിരപ്പുറത്ത് നിങ്ങളെ തേടി വരുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമുക്ക് കമിതാക്കളെ സൂചിപ്പിക്കുന്ന കാർഡ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ നിങ്ങളെ ഇപ്പോൾ ഒരു രാജ്ഞിയായിട്ടോ രാജാവായിട്ടോ ആണ് ഈ വ്യക്തി കാണുന്നത്. അതുകൊണ്ട് ക്ഷമാപണം പറയാൻ അഭിമാന പ്രശ്നമുള്ള ഈ വ്യക്തിക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും ക്ഷമ പറഞ്ഞ് നിങ്ങളുടെ കൂടെ കൂടണം എന്ന് തന്നെയാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ആഗ്രഹം. കാരണം ഇവിടെ വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗന്ദര്യത്തിലായിക്കോട്ടെ, നിങ്ങളുടെ സ്വഭാവത്തിലായിക്കോട്ടെ ഈ വ്യക്തിക്ക് വളരെയധികം ആകർഷണം തോന്നിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ സത്യസന്ധമായ സ്നേഹത്തെ ഇവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ ഗുണപാഠങ്ങളിലൂടെ. കാരണം ഒരു മോശപ്പെട്ട ഒരു ഗുണപാഠം ഈ വ്യക്തിക്ക് ലഭിക്കാതെ ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം ഈ ജന്മത്തിൽ മനസ്സിലാക്കാൻ പോണില്ല. കാരണം ഈ വ്യക്തി വളർന്നു വന്ന സാഹചര്യം, ഈ വ്യക്തിയുടെ മനസ്സിന്റെ ആ ഒരു പവിത്രത, ഈ വ്യക്തി ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കിയെടുക്കുന്ന രീതികൾ എല്ലാം വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആരെയും വിശ്വസിക്കില്ല, അല്ലെങ്കിൽ ആത്മാർത്ഥമായി ആദ്യമേ തന്നെ സ്നേഹിക്കാനായി തീരുമാനിക്കുകയില്ല. നിങ്ങളുടെ സ്നേഹമാണെങ്കിൽ പോലും നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി ഈ വ്യക്തിയോട് പെരുമാറിയാൽ പോലും ഈ വ്യക്തി അത് പെട്ടെന്ന് മനസ്സിലാക്കുകയില്ല. ഒരു ആത്മബന്ധമില്ലാത്ത ഒരു വ്യക്തിയായാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് ഈ ഒരു മോശപ്പെട്ട അധ്യായം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി മനസ്സിലാക്കുന്നു യഥാർത്ഥത്തിൽ ആരാണ് ഈ വ്യക്തിയെ സ്നേഹിച്ചത് എന്നുള്ളത്. ഈ വ്യക്തി അമിതമായി അമിതമായി തല്ലുകൂടുകയും വാക്ക് തർക്കം ചെയ്യുകയും സംശയിക്കുകയും അതുപോലെ താഴ്ത്തിപ്പറയുകയും ചെയ്ത നിങ്ങളായിരുന്നു ഏറ്റവും നല്ല വ്യക്തിയെന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. ആ ഒരു തിരിച്ചറിവ് ഈ ഒരു പ്രപഞ്ച ശക്തി ഈ വ്യക്തിക്ക് കൊടുത്തത് തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിലൂടെയാണ്.
തേർഡ് പാർട്ടി ഇതിൽ വളരെ മോശപ്പെട്ട വ്യക്തിയായിട്ട് കാണിക്കുന്നു. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ചതിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ ഒരു പ്രണയബന്ധം ഈ ഒരു പ്രശ്നത്തോടു കൂടി അവസാനിക്കാനൊന്നും പോകുന്നില്ല. കാരണം നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് മജീഷ്യൻ കാർഡാണ് ലഭിച്ചിട്ടുള്ളത്. എത്രത്തോളം അകന്നു പോകാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും അടുത്തേക്ക് വരുന്ന രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ, ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളോട് ഐ ലവ് യു പറയാൻ ആഗ്രഹിക്കുന്നു, എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഈ വ്യക്തി പലതരത്തിലുള്ള വഴികളും അന്വേഷിക്കുന്നുണ്ട്. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെങ്ങനെ ബ്ലോക്ക് മാറ്റിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴി നിങ്ങളുമായി സംസാരിക്കാൻ പറ്റുമോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ സമാധാനം എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തി ഇത്തരം അവസ്ഥകളിലൂടെ ഈ വ്യക്തിയെ കൊണ്ടുപോയിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നു, ഓരോ പാഠങ്ങളുമായിട്ട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഊർജം ഇവിടെ വന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഒരു ചാൻസ് തരും, ഒരു അവസരം തരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.